നമസ്കാരം. ബിസിനസ് ലോകത്തിന്റെ അടിസ്ഥാന ഭാഷകളായ രണ്ട് പ്രധാന തൂണുകളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്: ഫിനാൻസും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങും. പലപ്പോഴും ആളുകൾ ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അല്ല കേട്ടോ, ഇവ രണ്ടും ബിസിനസ്സിൽ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്കതിലേക്ക് നേരിട്ട് കടക്കാം. ഒരു ബിസിനസ് വിജയകരമായി മുന്നോട്ടു പോകുന്നതിന് പിന്നിലെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറുമൊരു സൂപ്പർ ഐഡിയ മാത്രം പോരാ, അതിനു പിന്നിൽ ശക്തമായൊരു സാമ്പത്തിക അടിത്തറ കൂടി വേണം, അല്ലേ? ആ അടിത്തറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫിനാൻസ്, അക്കൗണ്ടിംഗ്, ഇവ രണ്ടും യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഫിനാൻസ് എന്താണെന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, പണം, നിക്ഷേപങ്ങൾ, ബജറ്റ്, സാമ്പത്തിക പ്ലാനിംഗ് എന്നിവ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നതാണ് ഫിനാൻസ്. ഇതൊരു ഫോർവേഡ് ലുക്കിംഗ് GPS ആണെന്ന് നമുക്ക് പറയാം. അതായത്, നിങ്ങളുടെ പണം ഭാവിയിൽ എവിടെ നിക്ഷേപിക്കണം, ഏതു വഴിയിലൂടെ പോകണം, എങ്ങനെ വളർത്തണമെന്നൊക്കെ മുൻകൂട്ടി കാണിച്ചു തരുന്ന കൃത്യമായൊരു GPS. ചുരുക്കത്തിൽ, നാളേക്കുള്ള വഴികാട്ടിയാണിത്. എന്നാൽ അക്കൗണ്ടിംഗ് അങ്ങനെയല്ല. അത് തികച്ചും വ്യത്യസ്തമാണ്. കഴിഞ്ഞുപോയ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുക, അത് സംഗ്രഹിക്കുക, റിപ്പോർട്ട് ചെയ്യുക, അതാണ് അക്കൗണ്ടിങ്ങിന്റെ പണി. ഫിനാൻസ് വണ്ടിയിലെ GPS ആണെങ്കിൽ, അക്കൗണ്ടിംഗ് ആ വണ്ടിയിലെ റിയർവ്യൂ മിററും ഡാഷ്ബോർഡും പോലെയാണ് പ്രവർത്തിക്കുന്നത്. പണം എവിടെയൊക്കെ ചിലവാക്കി, എങ്ങനെയൊക്കെ വിനിയോഗിച്ചുവെന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഈ ഡാഷ്ബോർഡ് നമ്മളെ സഹായിക്കും. ഇനി ഇവ തമ്മിലുള്ള ലക്ഷ്യങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു ചെറിയ താരതമ്യം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഫിനാൻസിന്റെ മുഴുവൻ ഫോക്കസും ഭാവിയിലുള്ള വളർച്ചയിലും റിസ്ക് എടുക്കുന്നതിലുമാണ്. ബിസിനസിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുക, പുതിയ നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യുക, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. എന്നാൽ മറുവശത്തു നോക്കൂ, അക്കൗണ്ടിംഗ് ബിസിനസിന്റെ അടിസ്ഥാനവും നിയമങ്ങളും പാലിക്കുന്നുണ്ടോന്നാണ് നോക്കുന്നത്. രേഖകൾ സൂക്ഷിക്കുക, റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക. അതായത്, ഫിനാൻസ് ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്കുള്ള വളർച്ചയാണെങ്കിൽ, അക്കൗണ്ടിംഗ് അതിന് താങ്ങായി നിൽക്കുന്ന ശക്തമായ തറയാണ്, ഫൗണ്ടേഷനാണ്. ശരി, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതിന്റെ പ്രധാന വിഭാഗങ്ങളും റിപ്പോർട്ടുകളും എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കൃത്യമായ ഘടനയുള്ള ചില ടൂളുകൾ ഇതിനുണ്ട്. അക്കൗണ്ടിങ്ങിനെ പ്രധാനമായും 4 തിരിക്കാം: ഫിനാൻഷ്യൽ, മാനേജ്മെന്റ്, കോസ്റ്റ്, പിന്നെ ടാക്സ് അക്കൗണ്ടിംഗ്. ഈ വ്യത്യസ്ത പ്രോസസ്സുകളിലൂടെയാണ് ഏത് ബിസിനസിന്റെയും നട്ടെല്ലായ 3 പ്രധാന സാമ്പത്തിക റിപ്പോർട്ടുകൾ ജനിക്കുന്നത്: ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ യഥാർത്ഥത്തിൽ എവിടെ നിൽക്കുന്നുവെന്ന് കൃത്യമായി കാണിച്ചു തരുന്നത് ഈ റിപ്പോർട്ടുകളാണ്. അടുത്തതായി, ഇവ രണ്ടും ഒരു ബിസിനസ്സിലുണ്ടാക്കുന്ന ഇംപാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് എന്താണെന്നാൽ, അക്കൗണ്ടിങ്ങിലൂടെ കിട്ടുന്ന കഴിഞ്ഞകാലത്തെ ട്രാക്കിംഗ് ഡേറ്റയും ഫിനാൻസിലൂടെ നമ്മൾ ചെയ്യുന്ന ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങും, ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ബിസിനസ്സിൽ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക. ബിസിനസിന്റെ പെർഫോമൻസ് വിലയിരുത്താനും അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും ഈ ഒത്തുചേരൽ വളരെയധികം സഹായിക്കും. ഇനി നമ്മളിൽ പലർക്കും താൽപ്പര്യമുള്ള ഒരു കാര്യത്തിലേക്ക് വരാം: ഇതിലെ കരിയർ സാധ്യതകൾ. നിങ്ങൾക്ക് മുന്നിൽ തൊഴിലവസരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഓഡിറ്റർ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, ടാക്സ് കൺസൾട്ടന്റ് എന്നിങ്ങനെ ഒരുപാട് പ്രൊഫഷനുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കുന്ന ഡാഷ്ബോർഡ് റോളുകളാണ് അക്കൗണ്ടന്റും ഓഡിറ്ററുമെങ്കിൽ, ഭാവിയിലേക്ക് നോക്കുന്ന GPS റോളുകളാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുമൊക്കെ. നിങ്ങളുടെ കരിയറിന് ഏതാണ് ഏറ്റവും അനുയോജ്യമെന്ന് തീരുമാനിക്കാൻ ഈ തിരിച്ചറിവ് സഹായിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ബിസിനസ് വളരാനും അതിനൊരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാകാനും ഫിനാൻസും അക്കൗണ്ടിങ്ങും ഒരേപോലെ അത്യന്താപേക്ഷിതമാണ്. രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. കഴിഞ്ഞ കാലം കൃത്യമായി രേഖപ്പെടുത്താനും ഭാവി സുരക്ഷിതമാക്കാനും ഈ രണ്ടും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണം. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ കരിയറിലോ വിജയത്തെ നയിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏത് വഴിയായിരിക്കും? ഭാവിയിലെ സാധ്യതകൾ മുൻകൂട്ടി കാണുന്ന ഫിനാൻസ് ആണോ, അതോ ഡേറ്റ കൃത്യമായി വിലയിരുത്തുന്ന അക്കൗണ്ടിംഗ് ആണോ? രണ്ടും ഗംഭീരമാണ് കേട്ടോ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും സംശയങ്ങൾ മാറ്റാനും ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്നത് തുടരുക. ഈ വിവരണം കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.